നമസ്കാരം. സ്ത്രീ വിഷയത്തിൽ ഇടപെടാത്തവർ ഏതെങ്കിലും പാർട്ടിയിലുണ്ടോ? മാങ്കൂട്ടം ചെയ്തത് തെറ്റ് തന്നെയാണ്. അപ്പോൾ വേണുഗോപാലും രാജ്മോഹനും ചെയ്തത് തെറ്റല്ലേ? മാങ്കൂട്ടം ചെയ്തത് തെറ്റാണ്, എന്നാൽ കോൺഗ്രസ് പാർട്ടി ചെയ്തത് അതിനേക്കാൾ വലിയ തെറ്റല്ലേ? തെറ്റ് ചെയ്യാത്തവർ ആരുണ്ട് ഈ പാർട്ടിയിലെന്ന് പറയണം. AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം സോളാർ നായികയുടെ പരാതിയിലെ പേരുകാരല്ലേ? പിന്നെ എങ്ങനെ ഇവരാരും ഇതിനകത്ത് പെടാതായിപ്പോയത്? രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരത്തിൽ സ്ത്രീ വിഷയത്തിൽപ്പെട്ട ആളല്ലേ? അദ്ദേഹം എപ്പോഴാണ് സദാചാരവാദിയായി തീർന്നത്? KC വേണുഗോപാൽ എപ്പോഴാണ് അത്തരത്തിൽ സദാചാരവാദിയായി തീർന്നത്? ഈ സോളാർ വിഷയത്തിൽ ആ സോളാർ നായിക നൽകിയ ആ ലിസ്റ്റിനകത്ത് പെടാത്ത എത്ര കോൺഗ്രസ്സുകാരുണ്ടെന്ന് ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത്? അങ്ങനെ ഉൾപ്പെട്ടിട്ടുള്ള കോൺഗ്രസ്സുകാരാണെങ്കിൽ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തെറ്റ് ഉറക്കെ വിളിച്ചു പറയുകയും അദ്ദേഹത്തിനെതിരെ കർക്കശമായിട്ടുള്ള നടപടി സ്വീകരിക്കുവാൻ ആക്രോശം കൊള്ളുകയും ചെയ്തവർ ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളെല്ലാവരും ഇന്നും പാർട്ടിയിൽ തന്നെയുണ്ട്. പെരുമ്പാവൂരിന്റെ MLA ഉണ്ടല്ലോ എൽദോസ്, കോവളത്തിന്റെ MLA ഉണ്ടല്ലോ വിൻസെന്റ്, ഇവരെല്ലാം കോൺഗ്രസ്സുകാരല്ലേ? ഇവരെല്ലാം പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ലേ? ഇവരെല്ലാവരും പീഡന പരാതിയിൽ ജയിലിൽ കിടന്നവർ വരെയല്ലേ? എന്നിട്ടും അവർക്കാർക്കുമെതിരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ നടപടി ഉണ്ടാക്കിയിട്ടില്ല. ഒരു പെർമനന്റ് ആയിട്ടുള്ള പുറത്താക്കൽ ഉണ്ടാക്കില്ല. അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുവാൻ രാജ്മോഹനെതിരെയോ KC വേണുഗോപാലിനെതിരെയോ വിൻസെന്റിനെതിരെയോ അല്ലെങ്കിൽ ഈ പറയുന്ന പെരുമ്പാവൂരിന്റെ MLA ആയിട്ട് എൽദോസിനെതിരെയോ നടപടി എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയില്ല, കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രം അത്തരത്തിലൊരു തെറ്റ് കണ്ടുപിടിച്ച് പാർട്ടിയിൽ നിന്ന് വരെ പുറത്താക്കുന്ന രീതി ഉണ്ടാക്കിയത്? അപ്പൊ അതിനകത്ത് നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രാഹുലിനെ ആരും വെള്ളപൂശുന്നൊന്നുമല്ല. പക്ഷെ രാഹുൽ ഒരു നീതിയും ഈ പറയുന്ന KC വേണുഗോപാൽ അടക്കമുള്ള ഈ സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് അടക്കം മറ്റൊരു നീതിയും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് സാധാരണ ഊളകളല്ലാത്ത കോൺഗ്രസ്സുകാരെങ്കിലും ചിന്തിക്കും. ഊളകൾ ചിലപ്പോൾ ഈ KC വേണുഗോപാലിനെയൊക്കെ അവരുടെ കാല് നക്കി നടക്കുമായിരിക്കും. അല്ലാത്ത കോൺഗ്രസ്സുകാർ അതിനകത്ത് ഉണ്ടായിരിക്കുമല്ലോ, ആത്മാഭിമാനം അല്പമെങ്കിലും ഉള്ളവർ. അങ്ങനെയുള്ളവർ ചിന്തിക്കും എന്തുകൊണ്ടാണ് രാഹുലിനൊരു നീതിയും KC വേണുഗോപാലിനും രാജ്മോഹൻ ഉണ്ണിത്താനും വിൻസെന്റിനും ഒക്കെ മറ്റൊരു നീതിയും ഉണ്ടായത് എന്ന്. ഇവിടെ പറഞ്ഞല്ലോ, ബലാത്സംഗ പരാതി വെൽ ഡ്രാഫ്റ്റ് ആകണം. വെൽ ഡ്രാഫ്റ്റ് ആകണം എന്ന് ഉദ്ദേശിക്കുന്ന VD സതീശൻ ഒരു കാര്യം ചെയ്യുക. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരെ ഫിനിഷ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും നന്നായിരിക്കുമെന്ന് പറയുന്നതാണ് ശരി. KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഒരു പരസ്യ നിലപാട് സ്വീകരിച്ചു. ആ പരസ്യ നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തിനെ തള്ളിക്കൊണ്ട് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പരസ്യ വിമർശനം നടത്തി. സത്യത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തമ്മിലടി തുടരുകയാണ് കോൺഗ്രസിനുള്ളിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനുമാണ് രണ്ട് അഭിപ്രായം പറഞ്ഞ് പരസ്യമായി പറഞ്ഞ് ഏറ്റുമുട്ടുന്നത്. രണ്ട് ബലാത്സംഗ കേസുകൾ അത് വന്നിട്ടും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടും KPCC നേതൃത്വം ഒരു വശത്തും പ്രതിപക്ഷ നേതാവ് മറുവശത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഏറ്റുമുട്ടുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇത് സംഭവിച്ചത്. തെരഞ്ഞെടുപ്പ് ദിവസമാണെന്ന് പോലും നോക്കാതെയാണ് ഇതെല്ലാം ഈ നേതാക്കളെല്ലാം ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നത്. എന്നിട്ട് തോറ്റ് തൊപ്പിയിട്ട് വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഇവർ ആരെയാണ് കുറ്റം പറയാൻ പോകുന്നതെന്ന് അറിയാമോ? ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഓടി നടന്ന അണികൾക്കായിരിക്കും ഇതിന്റെ കുറ്റം മുഴുവൻ വരാൻ പോകുന്നത്. ഈ പോങ്ങന്മാരായിട്ടുള്ള നേതാക്കന്മാർക്ക് ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആരോപണം വന്നപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്തെന്നും വീണ്ടും പരാതി വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയെന്നും വീമ്പ് പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഈ വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ സണ്ണി ജോസഫ് തന്നെയാണ് ഈ വിഷയം എടുത്തിടുന്നത്. അനാവശ്യമായി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നൽകുന്ന സ്വരത്തിൽ അദ്ദേഹം സംസാരിച്ചു. രണ്ടാമത്തെ പരാതി ആസൂത്രിതവും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. പരാതിക്ക് പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്നും വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷനാണ് ലഭിച്ചതെന്നുമാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. ശരിയായിരിക്കാം. സണ്ണി ജോസഫിന് ചിലപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കാം. പിന്നാലെ എന്ത് ചെയ്തു? മുഖ്യമന്ത്രി ഈ പരാമർശം അങ്ങ് രാഷ്ട്രീയപരമായിട്ട് ആയുധമാക്കുകയായിരുന്നു. ലൈംഗിക വൈകൃതമുള്ള കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ വന്നാൽ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി എത്തി. ഇപ്പോൾ വന്നതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ ഇനിയും പുറത്തു വന്നേക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇനി ആഗ്രഹിക്കുന്നുണ്ട് പുതിയതൊക്കെ വരുന്നുണ്ട് എന്ന്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫലത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന പിണറായി വിജയനെതിരെ മിസ്റ്റർ വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനാണ്.
അതുകൊണ്ട് അയാളെ പടിക്ക് പുറത്താക്കി, പാർട്ടിക്കും പുറത്താക്കി. ഇനിയുള്ളത് ആരാ? ഷാഫി പറമ്പിലാണ്. അടുത്ത ഉന്നം ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിന്റെ രേഖകളൊക്കെ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത ചിത്രങ്ങളൊക്കെ ഉടൻ തന്നെ റെഡിയാക്കി എടുക്കും. അതിന്റെ തിരക്കഥ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ആ തിരക്കഥ റെഡിയായാൽ തന്നെ അടുത്തൊരു പെണ്ണു വിഷയമോ ഒന്നോ രണ്ടോ പെണ്ണു വിഷയമോ ഉണ്ടാക്കി ഇതിനകത്ത് ഇനി ആകെ ഈ കോൺഗ്രസുമായിട്ട് അല്പം ചേർന്ന് നിൽക്കുകയും ജനകീയനുമായിട്ടുള്ള ഷാഫിയെ കൂടെ പുറത്താക്കിയാൽ CPM രക്ഷപ്പെട്ടു. കാരണം 2026 തെരഞ്ഞെടുപ്പിൽ അവർക്ക് വീണ്ടും അധികാരത്തിലേക്ക് എത്താം. ഇതുപോലെ വഴിയിൽ വെച്ച് അടിക്കാൻ ആളില്ലല്ലോ പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുത്തഴിഞ്ഞ ഭരണത്തിനെയും. അപ്പൊ അതിന് തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടമാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ഒക്കെ ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വടികളായിട്ട് നിൽക്കുന്നത്. അവരെ വെട്ടിക്കളയുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് അവർ നടപ്പിലാക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇത് പറയുമ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റല്ല എന്ന് പറയുന്നില്ല. അത് തെറ്റ് തന്നെയാണ്. അദ്ദേഹം ആ തരത്തിൽ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതിനെയൊന്നും ന്യായീകരിക്കുന്നില്ല. പക്ഷേ ന്യായീകരിക്കാൻ കഴിയുന്നതും ഇപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പരസ്പരം രണ്ട് വിഭാഗങ്ങളായിട്ട് കോൺഗ്രസ്സുകാരിൽ നിന്ന് മാറി നിൽക്കുന്നതിലും ഒരു വിഭാഗം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. അണികളിൽ ഒരു വലിയ വിഭാഗം മാങ്കൂട്ടത്തിനൊപ്പമാണ്. പലരും പലതരത്തിലുള്ള പ്രസ്താവനകൾ മാത്രമല്ല ഓഡിയോ ക്ലിപ്പ് വരെ പുറത്തു വരുന്നുണ്ട് കോൺഗ്രസ്സുകാരിൽ നിന്ന്. ഇവർ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. ഒരു പരാതി വരുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ശരി, ഓക്കെ. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സസ്പെൻഷന്റെ ആവശ്യം എന്തായിരുന്നു കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ രണ്ടാമത്തെ പരാതി ലഭിച്ചതിന് ശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു നേതാവാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? അങ്ങനെ പുറത്താക്കി മാറ്റി നിർത്തി ഇല്ലാതാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അത് ചിന്തിക്കേണ്ടതല്ലേ? ഇന്നും 1930 ജീവിക്കുന്ന ഒരു വിഭാഗമായിട്ട് കോൺഗ്രസിലെ കുറെ മുടിചൂടാ മന്നന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഇന്നുമുണ്ട്. മുടിഞ്ഞ ആദർശം പറഞ്ഞ് ജീവിക്കുന്നവർ. അവന്മാര് കാരണമാണ് ഈ പാർട്ടി തുലഞ്ഞത് എന്ന്, നശിച്ചത് എന്ന് പറയുന്ന വീഡിയോ ക്ലിപ്പ് അടക്കം പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ്സുകാരിൽ നിന്ന് തന്നെ. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും ചെയ്തു പോകുന്ന തെറ്റുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവ് ഇന്നും ഈ പാർട്ടിക്കില്ല. ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിക്കില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി കുറച്ചുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പറഞ്ഞ വെൽ ഡ്രാഫ്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെൽ ഡ്രാഫ്റ്റഡ് ആയിരിക്കും, രാഷ്ട്രീയ പ്രേരിതമായിരിക്കും. ഇല്ല എന്ന് പറഞ്ഞില്ല. അതൊക്കെ അന്വേഷണം നടത്തി പറയട്ടെ. അപ്പോൾ അത് കണ്ട് അതിനെക്കുറിച്ച് VD സതീശനോട് ചോദിച്ചാൽ VD സതീശൻ എന്ന് പറയുന്നത് തന്റെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പൂർണ്ണമായിട്ടും അങ്ങ് തള്ളിപ്പറയുക. ബലാത്സംഗ പരാതി വെൽ ഡ്രാഫ്റ്റഡ് പരാതി തന്നെയാണ് എന്നും അത് അങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്നും അതിലൊരു തെറ്റുമില്ല എന്ന് VD സതീശൻ പറയുന്നു. പരാതി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കരുതുന്നില്ല എന്ന് കൂടി പറയുന്ന സതീശൻ എന്താണ് ഉദ്ദേശിച്ചത്? ഫലത്തിൽ പാർട്ടിയും പ്രതിപക്ഷ നേതാവും രണ്ട് അഭിപ്രായം പറയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്. പുറത്താക്കിയിട്ടും കോൺഗ്രസിനുള്ളിൽ KPCC പ്രസിഡന്റ് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് ദിവസം ഉന്നയിക്കാതെ പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഏറ്റുമുട്ടുന്ന നേതാക്കളെയാണ് നമുക്ക് കോൺഗ്രസിൽ കാണാൻ കഴിയുന്നത്. സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്തു? കഴിഞ്ഞ ദിവസം പാലക്കാട് വന്നു, അയാൾ വോട്ട് ചെയ്ത് മടങ്ങുകയും ചെയ്തു. പാലക്കാട് നിന്നും അർദ്ധരാത്രിയിൽ പുറപ്പെട്ട് പുലർച്ചെ അടൂരിലെ കുടുംബ വീട്ടിൽ എത്തിച്ചേരുകയും ചെയ്തു. 15 ദിവസത്തെ ഒളിവ് ജീവിതം അത് അവസാനിപ്പിച്ച് പാലക്കാട്ടെ MLA അടൂരിലെ കുടുംബ വീട്ടിലെത്തിയിരിക്കുന്നു അമ്മയെ കാണാൻ വേണ്ടി, അമ്മയുടെ അടുത്തേക്ക്. അപ്പോൾ തന്നെ അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന അനുകൂല വിധി പ്രതീക്ഷിക്കുന്നുണ്ട് രാഹുൽ. ഇനി അഥവാ ജാമ്യം കിട്ടിയില്ലെങ്കിൽ പോലും ഒളിവിൽ പോകില്ല എന്നൊരു തീരുമാനത്തിലേക്കും രാഹുൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ജാമ്യം കിട്ടിയില്ലെങ്കിൽ അകത്ത് പോകാൻ രാഹുൽ മാങ്കൂട്ടം റെഡിയാണ്. ഇനി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് അകത്താക്കിക്കൊള്ളുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റ് കൃത്യമായിട്ടും അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള ശിക്ഷ വിധിക്കട്ടെ, അത് നടപ്പിലാക്കട്ടെ, അതിൽ കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ, അദ്ദേഹത്തിന്റെ നിലപാടുകളെ, രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ ഉയർച്ചയെയും താഴ്ചയും ഒക്കെ കാണേണ്ടത് കോൺഗ്രസ്സുകാരാണ്. ആ കോൺഗ്രസ്സുകാരുടെ അണികളും കോൺഗ്രസ്സുകാരുടെ നല്ല പ്രബല വിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുമ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ഈ പറയുന്ന KC വേണുഗോപാൽ ഉണ്ടല്ലോ, ആ പഴം പുഴുങ്ങിയവൻ അടക്കമുള്ളവർ ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട്. ഈ പറയുന്ന സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് അന്ന് സോളാറിലെ നായിക പറഞ്ഞ പേരുകാരിൽ ഒരാളാണ് ഈ KC വേണുഗോപാൽ. അങ്ങനെ എത്ര പേരുകാരുണ്ട്. അവരെല്ലാവരും കോൺഗ്രസിനുണ്ട്. മാത്രമല്ല പല ഈ പറയുന്ന ബലാത്സംഗ കേസുകളിലും പെട്ടവർ, ലൈംഗിക വിവാദങ്ങളിൽപ്പെട്ടവർ, സ്ത്രീ വിഷയങ്ങളിൽപ്പെട്ടവർ,
എല്ലാം ഇന്ന് സദാചാരവാദികളായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കോൺഗ്രസിനുള്ളിൽ കാണാൻ കഴിഞ്ഞത്. അതിനകത്ത് ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെയൊക്കെ പെരുമാറ്റം കണ്ടാലുണ്ടല്ലോ, ഇവനെ പോലെയുള്ളവനെയൊക്കെ ഈ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും ഇപ്പോൾ അവസാന നാളുകളിൽ 2 ടേം MP ആവുകയൊക്കെ ചെയ്തപ്പോൾ ചെയ്തു കൂട്ടിയ പാപങ്ങളെല്ലാം മറന്നുപോയതുപോലെയാണ് തോന്നുന്നത്. ആരുണ്ട് ഇതിനകത്ത്? ആരുണ്ട് ഈ കോൺഗ്രസ് പാർട്ടിയിൽ എന്നല്ല ഏത് പാർട്ടിയിലാണെങ്കിലും ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ബലാത്സംഗ വിഷയങ്ങൾ പെടാത്ത, സ്ത്രീ വിഷയങ്ങൾ പെടാത്ത എത്ര മഹാരഥന്മാരുണ്ട്? അങ്ങനെയുള്ളവന്മാർ കല്ലെറിയട്ടെ രാഹുലിനെ. ഞാൻ ആദ്യം വീണ്ടും സൂചിപ്പിക്കാം, രാഹുലിനെ വെളുപ്പിക്കാനുള്ളതല്ല ഇത്. പക്ഷേ രാഹുലിനെ പോലുള്ളവർ, അതിനേക്കാളേറെ വലിയ തെറ്റ് ചെയ്തവർ കോൺഗ്രസ് പാർട്ടിയിൽ ഇന്നും വലിയ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ നാളെ ചിലപ്പോൾ വലിയ പദവികളിലേക്ക് എത്താൻ കഴിയുന്ന തരത്തിലുള്ള പ്രാവീണ്യമുള്ള, പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ് രാഹുൽ. അതിലാർക്കും കുറ്റം പറയാൻ കഴിയില്ല, അതിനകത്തുനിന്ന് മാറ്റി നിർത്താനും കഴിയില്ല. അതിൽ തർക്കമില്ലാത്ത കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനെ വളരെ കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതിലും തർക്കമില്ല. പക്ഷേ പറ്റിപ്പോയ തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ കാലം മാറ്റട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് നിയമ നീതിന്യായ വ്യവസ്ഥകൾ അദ്ദേഹത്തിന് ശിക്ഷ നൽകട്ടെ. അങ്ങനെ തെറ്റുതിരുത്താൻ അദ്ദേഹത്തിന് കഴിയുന്ന ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അത് പക്ഷേ കോൺഗ്രസ് പാർട്ടി കൂടി അറിയേണ്ടതായിരുന്നു. തെറ്റുതിരുത്താൻ ഒരു അവസരം അദ്ദേഹത്തിന് നൽകണമായിരുന്നു. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്തെല്ലാം നടക്കുന്നു? CPM-നെയൊക്കെയാണ് കണ്ടുപഠിക്കേണ്ടത് ഈ കോൺഗ്രസുകാർ. CPM എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ഇന്നും ഈ പറയുന്ന വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്തെന്ന് ചോദിച്ചാൽ തിരിച്ചു മറുപടി കുന്തെന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പാർട്ടിയാണത്. അവർക്കെതിരെ നിങ്ങൾ എത്ര ആരോപണങ്ങൾ കൊണ്ടുവന്നു, എത്ര സെക്സ് സ്കാംസ് കൊണ്ടുവന്നു, ഇതുപോലുള്ള ലൈംഗിക അപവാദങ്ങൾ കൊണ്ടുവന്നു. എന്നിട്ട് അവരാരെങ്കിലും പാർട്ടിയിൽ നിന്ന് പുറത്താകും? ഇന്നും പാർട്ടിയിൽ MLA-യും MP-യും മന്ത്രിയുമായിട്ടൊക്കെ ഇരിക്കുന്ന പലരും ആ പാർട്ടിയിൽ തന്നെ ഉണ്ട്. എന്നിട്ടും അവർക്കാർക്കും ഇല്ലാത്ത ഒരു നീതികേട് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ഉണ്ടാക്കിയെടുത്തത് ഇരട്ട നീതിയാണ്, ഇരട്ടത്താപ്പാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചത്. ഇല്ലെങ്കിൽ ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കലല്ല എൻ്റെ പണി. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതിനേക്കാളേറെ വലിയ തെറ്റുകൾ ചെയ്തവർ കേന്ദ്ര AICC-യിൽ അടക്കം വലിയ നേതാക്കന്മാരായി വാഴുന്നു. CPM-ലൊക്കെ മന്ത്രിമാരായിട്ടും ഈ പറയുന്ന MP-മാരും MLA-മാരായിട്ടൊക്കെ തുടരുന്നു. അവർക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് എന്നുള്ളതാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുക്കൂ, അത് നല്ലത് തന്നെയാണ്. ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. അല്ലാതെ കോൺഗ്രസിലുള്ളവരെല്ലാം മഹാരഥന്മാരാണ്, വളരെ വലിയ സദാചാരവാദികളാണെന്നൊക്കെ പറഞ്ഞാൽ പൊട്ടന്മാരായിരിക്കണം കേട്ടുകൊണ്ടിരിക്കുന്നവർ. അതുകൊണ്ട് കാണിച്ചു കൂട്ടിയ വൃത്തികേടുകളൊക്കെ ഈ വെളുത്ത കുപ്പായമിട്ടാൽ തീരുമെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. ജനത്തിനറിയാം കള്ളന്മാരാണ് നീ എന്നുള്ള കാര്യം അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെയാണ്. അവർ തിരിച്ചറിയുക തന്നെ ചെയ്യും. പിന്നെ ആരൊക്കെ എതിർത്താലും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് ആ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുക്കുന്നവന്മാരാണ് അധികവും ആ പാർട്ടിയിലുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിൽ തർക്കവുമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച